തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് പ്രസൂൺ പ്രഭാകരൻ എന്നാണ്. ഞാനൊരു കർമ്മയോഗിയാണ്. തൃശ്ശൂർ ഞങ്ങൾ ഒരു ഭാരതീയ വേദശാസ്ത്ര ഗവേഷണ കേന്ദ്രം നടത്തുന്നുണ്ട്. അതിൻ്റെ പേര് പുരുവനന്ത ഭവൻ എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 14 വർഷമായിട്ട് ഞങ്ങളത് ഗവേഷണമായിട്ട് നടത്തുന്നതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ യാഗത്തിൽ ഒരു അത്ഭുത പ്രതിഭാസം വന്നു. അൺഐഡൻറ്റിഫൈഡ് ഏരിയ ഫിനോമിന എന്ന് പറയുന്ന ഫയർ ബോൾസ് ഞങ്ങളുടെ യാഗത്തിനെ കണക്ട് ചെയ്ത്, ഇന്ത്യൻ വേദിക്സിൻ്റെ യാഗത്തിനെ കണക്ട് ചെയ്ത് താഴേക്ക് വന്നിരുന്നു. സെപ്റ്റംബർ 10 2022 സെപ്റ്റംബർ 10 സംഭവിച്ചത്. അതിനുശേഷം ഞങ്ങളതിനെ പിന്നീട് ഞങ്ങൾ വീണ്ടും റിപ്പീറ്റബിലിറ്റി സംഭവിച്ചു. അത് ഏകദേശം ഒരു 11 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഈ സംഭവം താഴേക്ക് വന്നു. ഏകദേശം സന്ധ്യയ്ക്ക് പിറ്റേ ദിവസം മുതൽ നമ്മുടെ ഏരിയ 51 പോലെ പെർ ഡേ ഒരു 60 നമ്പേഴ്സ് ഓഫ് ഫയർ ബോൾ ഞങ്ങളുടെ ഈ തപോവനവുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷം 5 മാസമായിട്ട് നമ്മുടെ തപോവനത്തിൽ നിത്യപ്രതിഭാസമായി മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ഡിസ്ട്രിക്ട് കളക്ടർ അറിയിച്ചു, പിന്നെ അത്യാവശ്യം നേതാക്കന്മാരെ അറിയിച്ചു, പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞു തൃശ്ശൂർ വെച്ചിട്ട്. പക്ഷെ അന്നൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു വാർത്തയായതുകൊണ്ട് പിന്നെ നമ്മളവിടെ ഒരു ഇതിന് ഫോളോ അപ്പ് ചെയ്തില്ല. അങ്ങനെ കുമ്മന രാജശേഖർ സാറാണ് ശ്രീനാരായണ ധർമ്മവടം ചെയർമാനായിട്ട് ഇദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇദ്ദേഹം വേറെ 2-3 റിസർച്ചേഴ്സും കൂടി വന്നിരുന്നു. അവർ I2I വിറ്റ്നസ്സായി. ഇപ്പോൾ ഇത് കേരളത്തിൽ 2 സ്ഥലത്ത് പ്രത്യേക തൃശ്ശൂരും കോഴിക്കോടും ഇതിനെ കണ്ടിട്ട് ഐഡൻറ്റിറ്റി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലൈം ചെയ്തിട്ടുള്ളത് ഇത് പുരുവനത്താണ്. ആദ്യം ഞങ്ങളുടെ ഈ തൃശ്ശൂർ പുരുവനത്താണ് വന്നിട്ടുള്ളത്. ഇത് വളരെ വ്യത്യസ്തമായ പ്രതിഭാസമാണെങ്കിലും ഇതിനെ നമ്മൾ ഇന്ത്യൻ വേദിക്സിൽ വിളിക്കുന്നത് ബ്രഹ്മഋഷികൾ എന്നാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഭാരതീയ വേദം ഇന്ന് ഫിലോസഫിയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഒരു ആന്തരിക ചിന്തകളിൽ മാത്രം കൊണ്ടുവരുന്നതാണ്. അതിപൂർവികമായിട്ടുള്ള ഒരു വേദനയമാണ് ഞങ്ങൾക്ക് ഇവരായിട്ട് ഇൻ്റർലേറ്റ് ചെയ്ത് ഞങ്ങളിൽ തനിയെ സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. അവിടെ കണക്ട് ചെയ്ത് ഞങ്ങളെ ഒരുപാട് വേദമൊന്നും നമുക്ക് അറിയില്ലായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വേദിക് നോളജായി, ഞങ്ങളുടെ ക്രിയാസിത റിസർച്ചായി, പിന്നെ ഭൂമിയുടെ പ്രതിഭാസങ്ങളായിട്ട് ഞങ്ങൾ ഇൻ്റർലേഷനാണ്. ആൽക്കമീസ് പോലെയുള്ള ഒരുപാട് ശാസ്ത്രങ്ങൾക്ക് സാധ്യതയുള്ള ചെറിയ ചെറിയ പരീക്ഷണ വിജയങ്ങൾ നടന്നിട്ടുണ്ട്. രസവാദം ധാതുവാദം ഇത് വലിയ കിട്ടിയ ഇൻഫോർമേഷനാണ്. അപ്പോൾ നമ്മളിത് വളരെ ഡേഞ്ചറായിട്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് ഞങ്ങളെ വളരെ എൻ്റെ മൈൻഡിനൊക്കെ വളരെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാനുഷികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ശാരീരിക മാനുഷികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഞങ്ങൾ 5 പേരാണ് അതിലുള്ളത്. ഞാൻ എൻ്റെ പേര് പ്രസൂൺ എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് രശ്മി. പിന്നെ 3 ശിഷ്യന്മാർ, ദീപക്, ജയത, രാജൻ, അദ്ദേഹം അവിടുത്തെ നേതാവാണ്. ഇവരാണ് ശിഷ്യന്മാർ. ഞങ്ങൾ ഡെയിലി ഇതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നുണ്ട് ഒരു 10ഓളം വീഡിയോ ഞാൻ ട്വിറ്ററിലും അതുപോലെ യൂട്യൂബിലിട്ട് ഞങ്ങൾ പിടിച്ചു. ഞങ്ങളുടെ ഈ മൊബൈലിൽ തന്നെ പിടിച്ചു. പരമാവധി ഒരു സയൻറ്റിഫിക് രീതിയിലാണ് നമ്മൾ ഇതിനൊരു യുക്തി റേഷണലൈസ് രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് പക്ക ഒരു പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസമായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് ഒരുപാട് സാധ്യതകൾ രാജ്യത്തിനുണ്ട്. ഇന്ദ്രോർജം എന്ന് പറയുന്ന ഒരു ഊർജ്ജ സാധ്യതയുണ്ട്. നമ്മളെ ഒരു വ്യക്തിപരമായിട്ട് കൊണ്ടുനടക്കേണ്ട ഒരു വിഷയമല്ലായതുകൊണ്ടും നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നമ്മൾ ഒത്തിരി ആളുകളെ അറിയിച്ചിട്ട് ഇവരൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ 1-2 സ്ഥലത്ത് ഇവർ നമ്മുടെ തപോവനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന UFOs തന്നെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ രാജ്യത്തെ അറിയിക്കാനുള്ള ഒരു വലിയൊരു ശ്രമമാണ്. കാരണം ഇനി എൻ്റെ കയ്യിൽ നിൽക്കില്ല അത്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും നിങ്ങളോട് വെറുതെ ഞാൻ പറയുന്നത് വിശ്വസിക്കാനല്ല. ഒരിക്കലും നിങ്ങൾ എൻ്റെ വീഡിയോസിനെ വിശ്വസിക്കരുത്. മൊബൈലാണ്. എപ്പോൾ വന്നാലും സന്ധ്യ മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഇവരവിടെ കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 100ഓളം തവണ ഇത് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 അടി മുതൽ ഒരു 20 അടി വരെയുള്ള ഹൈറ്റിൽ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഡെയിലി മേഘങ്ങളുടെ താഴെ ഇവർ നിത്യം ഞങ്ങളുടെ ക്രിയനെ കണക്ട് ചെയ്ത് വരും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവാം. ഇതിൻ്റെ റേഡിയേഷൻ ഉണ്ടോയെന്ന് അറിയില്ല. ഒരുപാട് ആ ഏരിയ മൊത്തം എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാസ അടക്കം ഇപ്പോൾ ഇൻഫോം ചെയ്ത ഒരു മേജർ വിഷയമാണ് പുരുവനം തപോവൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. നമുക്കിതൊരു വലിയൊരു വിഷയമാണ്. ഏരിയ 51 പോലെയുള്ള ബിഗ് ഒരു സാധ്യത ആകാശത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ സാറൊക്കെ നേരിട്ട് വന്ന് കണ്ടാണ്, നിങ്ങൾക്കും വന്ന് കാണാം. നമ്മൾ പറയണത് വന്ന് ഡയറക്റ്റ് ഐഡൻറ്റിറ്റി ചെയ്ത്
ഇതിനെ ശാസ്ത്രലോകത്തിന് കൈമാറണമെന്നാണ്. കാരണം ഞങ്ങൾക്ക് കൊണ്ട് കൂട്ടിയേ കൂടില്ല. സാധാരണ ഞങ്ങളൊരു കാർമ്മികമാണ്, ഞാനൊരു കർമ്മയോഗിയാണ്. അപ്പം ഞങ്ങളെ കൊണ്ട് കൂട്ടിയേ കൂടില്ല. ഞങ്ങൾക്ക് ഈ ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഈ മൊബൈൽ വെച്ചിട്ട് ഇതിനെ പൂർണ്ണമായിട്ട് പിടിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള ഫോളോ ചെയ്യാനോ എന്നെക്കൊണ്ട് മോഡേൺ സയൻസിൻ്റെ ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. അപ്പം എൻ്റെ കൈയിൻ്റെ പരിധിക്ക് പോയതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്ന് സാറിൻ്റെ കൂടെ ഇരുന്നിട്ട് ഈ ഒരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം ഇത് ജനങ്ങളറിയണം, ലോകം അറിയണം. കാര്യം ഇത് അവിടെ വന്നിട്ടുണ്ട്. സത്യത്തിൽ ആ ഒരു സ്കൈ ഏരിയ എന്ന് പറയാമല്ലോ, നമ്മുടെ I-to-I സ്കൈ ഏരിയ അറിയാലോ, അതിൽ 40-40 കിലോമീറ്റർ ആവും. ഇതിന് ചുറ്റും ഇതുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യം അറിയണം, ഇസ്രോ അറിയണം. വലിയൊരു വിഷയമായിട്ടാണ് ഇത് പോകുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ ഞങ്ങൾ 3-5 പേർക്ക് മെൻ്റൽ പ്രോബ്ലംസ് ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റുള്ള വിഷയങ്ങൾ വരുമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റായി നിൽക്കുന്നത് ഇതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് ഒരുപാട് ഈ ഇൻഫോർമേഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇനി ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അത് പുറത്ത് പറയാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഞാൻ സാധാരണക്കാരാണ് അത് ഡീൽ ചെയ്യുന്നത്. നമസ്കാരം. ഈ തപോവനം പുരോഗമനം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു സത്യമാണെന്ന് ഞാൻ കരുതിയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഒരു ദർശനം എനിക്ക് കാണാൻ സാധിച്ചു. കാര്യം ആകാശത്തിൻ്റെ ഇടയിൽ കൂടെ വളരെ സമയം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് ആകാശത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു പെട്രോൾ ബോക്സ് ലൈറ്റ് മാതിരിയുള്ളൊരു വെട്ടം താഴോട്ട് വരികയും ഏകദേശം ഒരു തെങ്ങിൻ്റെ അത്രയും പൊക്കത്തിൽ വന്ന് അവിടെ നിന്നിട്ട് നല്ല വെട്ടത്തോടു കൂടി നിന്നിട്ട് അത് അണയുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടത് വരുന്നു? അവിടെ ഒരു യാഗം നടക്കുകയാണ്. ഒരു യാഗശാലയിൽ യാഗകുണ്ടത്തിൽ അവർ അർപ്പിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ അതിൻ്റെ പുകപടലം മുകളിലോട്ട് പോകുമ്പോഴാണ് അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കോസ്മിക് അത്തരത്തിലുള്ള ദീപങ്ങൾ അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദീപം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് മിക്കവാറും നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പരേതാത്മാക്കൾ എന്ന് പറയുമ്പോഴേക്കും പുണ്യാത്മാക്കളുടെ ദേഹങ്ങളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിന് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്കുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും അത്തരത്തിലുള്ള രോഗപീഡനങ്ങളും അവയ്ക്കൊക്കെ തന്നെ ഒരു മാർഗദർശനമായിട്ട് ഇത് വരാമെന്നുള്ളതാണ്. ഇതിന് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ISRO ചെയർമാനും ISROയുടെ നമ്മുടെ തുമ്പയിലുള്ള അവർക്കും പിന്നെ നമ്മുടെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലും നമ്മുടെ ദേവസ്വം ബോർഡിനും ഒക്കെ തന്നെ അറിയിച്ചിട്ടും അവരാരും തന്നെ ഇത് കള്ളം പറയുന്നു എന്ന് പറയുന്നു എന്നുള്ള ധാരണയിൽ അവർക്ക് ആർക്കും ഇതിനെപ്പറ്റി യാതൊന്നും ചിന്തിക്കാനോ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ആധികാരികമായിട്ട് എന്താണ് ഈ പറയുന്നത്, കള്ളം പറഞ്ഞാലോ എന്താണ് ഇതിൻ്റെ കള്ളമെന്നുള്ള കാര്യം പോലും അറിയാൻ ഇവരാരും ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. എന്തു തന്നെയാണെങ്കിൽ ഇതിൻ്റെ ഉൾക്കള്ളികൾ ഇതിൽ എന്താണ് ഇതിൻ്റെ സത്യം അടങ്ങിയിട്ടുള്ളത്, ആ സത്യത്തെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും, അതിനെ അതിൻ്റെ ഉൾക്കള്ളികൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളും എല്ലാം വരണം, കാണണം. പുതുക്കാടിൻ്റെ സ്ഥലം പറഞ്ഞു തരും. ഞങ്ങളിതിനെ ഒരു വർഷം 5 മാസമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതിനെ ഡയറക്റ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും നാൾ നമ്മൾ ഒരു ഭക്തിമാർഗമായിരുന്നു. ഭക്തിമാർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ യുക്തിമാർഗത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. നമ്മൾ പക്ക യുക്തിമാർഗമായി പോകും. അപ്പോൾ നമ്മളതിനെ ഒരു പേരിട്ട് വിളിക്കുന്നില്ല. നമുക്ക് ഇന്ത്യൻ വേദിക്സിൽ അതിന് കൊടുത്തിട്ടുള്ളത് ബ്രഹ്മഋഷികൾ എന്നാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. ഇതിൽ കൂടുതൽ കാലങ്ങൾ ഇതിന് പിന്തുടരുന്ന സമയത്ത് ത്രികോണത്തലയന്മാരെന്ന് പറയുന്ന രൂപത്തിലുള്ള കുറച്ച് പ്രതിഭാസങ്ങൾ ഞങ്ങളവിടെ ഐഡൻറ്റിറ്റി ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റബിലിറ്റി ആയിട്ട് ഞങ്ങൾക്ക് ഒരു തെളിവ് കിട്ടിയുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു യാത്ര. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടിയും ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാം. ഇതിനെ നമ്മളിപ്പോൾ ഒരു കൺക്ലൂഷൻ വെക്കുന്നില്ല. ഞങ്ങളൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ട്വിറ്ററിൽ നമ്മുടെ ഫുള്ളായിട്ട് ഇതിൻ്റെ തെളിവുകളുണ്ട്. അത്ഭുതകരങ്ങളായിട്ട് തെളിവുകളുണ്ട്. എനിക്ക് എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചൊക്കെ തെളിവുകൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാം. 3 തവണ വന്നിട്ടുണ്ട്. താഴേക്ക് വന്നത് വൈറ്റും പിന്നെ ഈ പറയുന്ന തീ കുളങ്ങൾ പോലത്തെയുള്ള ഫയർ ബോൾസുമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം ഇത് നല്ലതിനാണോ പൊട്ടയ്ക്കാണോ എന്നുള്ളത് അറിവുകൊണ്ട് നല്ലതിനാണെങ്കിലും മറ്റുള്ള വിഷയങ്ങളൊക്കെ കൂടുതൽ ഗഹനമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം. അവിടെ നെറ്റ് നടക്കുന്നുണ്ട്.